കലാമണ്ഡലത്തിൻ്റെ ഈ ഒരു കേന്ദ്രം ഇവിടെ തുറക്കുന്നതിലൂടെ കലാമണ്ഡലം അതിൻ്റെ കഴിഞ്ഞ 95 വർഷത്തെ ചരിത്രം മാറ്റിക്കുറിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം ഒരു ക്യാമ്പസിൽ മാത്രം ഒതുങ്ങി നിന്ന് അവിടെ നിന്നും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ആയി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവതരണങ്ങളും അതിൻ്റെ ക്ലാസ്സുകളും മറ്റും നടത്തിക്കൊണ്ടിരുന്ന കലാമണ്ഡലം ഒരു പുതിയ സംരംഭവുമായി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം കലാമണ്ഡലം ഒരു പ്രദേശത്തിൻ്റെത് മാത്രമല്ല, അതോടൊപ്പം തന്നെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് കലാമണ്ഡലം മാറേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കലാമണ്ഡലം ഇങ്ങനെ ഒരു സെൻറ്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് എന്ന ഈ സ്ഥാപനം ഒരു എക്സ്റ്റൻഷനായിട്ട് ഇവിടെ തുടങ്ങുന്നത്. പ്രധാനമായിട്ടും കലാമണ്ഡലം ലക്ഷ്യമാക്കുന്നത് കലാമണ്ഡലത്തിൽ നടത്തുന്ന സാമ്പ്രദായിക കോഴ്സുകൾക്കപ്പുറത്തായി മറ്റ് വീക്കെൻഡ് അല്ലെങ്കിൽ വാരാന്തങ്ങളിലുള്ള കോഴ്സുകൾ കൊച്ചിയിലെ സെൻറ്ററിലൂടെ കൊച്ചിയിലുള്ളവർക്ക് ലഭ്യമാക്കുക. അതോടൊപ്പം തന്നെ കലാമണ്ഡലം പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ കൊച്ചിയിലുള്ള, അതായത് എറണാകുളം ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളിലും എത്രമാത്രം ഇതിൽ താല്പര്യമുള്ള, ഈ കലകളിൽ താല്പര്യമുള്ള കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുകയും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ നിരന്തരമായ പെർഫോമൻസുകൾ, അവതരണങ്ങൾ നമ്മുടെ കലാമണ്ഡലത്തിലുള്ള പ്രധാനമായും നമ്മൾ ഓഫർ ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ കലാരൂപങ്ങൾ അവതരണത്തിലൂടെ ഇവിടെ ലഭ്യമാക്കുക എന്നുള്ളത് കലാമണ്ഡലത്തിൻ്റെയും ഒരാവശ്യമാണ്. കാരണം നമ്മൾ കേരളത്തിലുള്ളവർ നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക അഭിമാനമായി അല്ലെങ്കിൽ സാംസ്കാരിക ആവിഷ്കാരമായി നമ്മൾ കഥകളിയെക്കുറിച്ചും കൂടിയാട്ടത്തെക്കുറിച്ചും തുള്ളലിനെക്കുറിച്ചും നമ്മുടെ വാദ്യ ആവിഷ്കാരങ്ങളെക്കുറിച്ചും ഒക്കെ വളരെയേറെ വാദോരാതെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ആധികാരികമായ അല്ലെങ്കിൽ കലർപ്പ് ചേരാത്ത ഒരു അവതരണങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് കലാമണ്ഡലത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പലപ്പോഴും ഒരു കഥകളി കാണണം, ഇന്നെനിക്കൊരു കഥകളി കാണണം, അല്ലെങ്കിൽ ഇന്നെനിക്കൊരു കൂടിയാട്ടം കാണണം, അല്ലെങ്കിൽ മോഹിനിയാട്ടം കാണണം എന്ന് തോന്നുമ്പോൾ സാധാരണ സിനിമയ്ക്കും മറ്റ് പല ആവിഷ്കാരങ്ങൾക്കും അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക് അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാതെ രീതിയിലുള്ള കാണാനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി ഈ ഒരു കേന്ദ്രത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതിന് ഈ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴും വളരെ വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ്. എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നത്. അത് ഇപ്പോഴും കലാമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. എന്നിരുന്നാലും നിലവിലുള്ള അല്ലെങ്കിൽ ടൂറിസം തുടങ്ങിയ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മിനിമം ലെവലിലുള്ള ഒരു തലത്തിലുള്ള ഒരു ടിക്കറ്റിലൂടെ നമുക്ക് നേടാൻ, അല്ലെങ്കിൽ അത് ഒരു പരിധി വരെ അത് മാനേജ് ചെയ്യാനാവും എന്നാണ് ഇപ്പോൾ ഉള്ള പ്രതീക്ഷ. ടൂറിസം ലക്ഷ്യമാണ്. ഇവിടെ വരുന്ന ഈ സാംസ്കാരിക ആവിഷ്കാരങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഒട്ടും മൂല്യം ചോരാതെയുള്ള പാരമ്പര്യ കലകളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യവും ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട്. ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച സമയം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ള ധാരാളം പേർ ഇതിന് പിന്നിലുണ്ട്. അവർ അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്കൊരു സഹായവുമായി ഇതിന് വേണ്ട സപ്പോർട്ട് ചെയ്യാം എന്നുള്ള
വാഗ്ദാനങ്ങൾ തരികയും അങ്ങനെയാണ് ഈ ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം തുടങ്ങുന്നത്. വിശേഷിച്ചും ശ്രീ സമ്പത്ത് അവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ സഹായങ്ങളോടും കൂടി ഈ ഒരു പദ്ധതിക്ക് ഞങ്ങളോടൊപ്പം എല്ലാ സപ്പോർട്ടും തന്നിരുന്നു. അതിലുപരി കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി അതിൻ്റെ ചെയർമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രാദേശിക MLA ആണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണവും സപ്പോർട്ടും കൊണ്ടുകൂടിയാണ് ഈ ഒരു സംരംഭം ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ആദ്യമേ തന്നെ അതിനുള്ള നന്ദി നമ്മുടെ MLA അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു നിയോജക മണ്ഡലത്തിലുള്ള സ്കൂളുകളിലേക്ക് നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കുവാനുള്ള പദ്ധതികൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ, തൃശ്ശൂർ ഈ വാർഡിൻ്റെ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ, ഇവിടുത്തെ ഈ വാർഡിൻ്റെ മെമ്പർ അവരെല്ലാം ഞങ്ങളെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. കാരണം അതോടൊപ്പം തന്നെ തുടർന്നും എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. കാരണം കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി കൊച്ചിയെ ഈ ഒരു കേന്ദ്രം, കലാമണ്ഡലത്തിൻ്റെ ഒരു കേന്ദ്രം വളർന്നു വരണം. അതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ടാവണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഇന്നിവിടെ ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാ സഹായങ്ങളും ചെയ്ത് ഞങ്ങളോടൊപ്പം നിന്ന നമ്മുടെ പ്രാദേശിക MLA ശ്രീ KJ മാക്സി അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ കൊച്ചിയിലെ ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ അവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുള്ള ആശംസ അറിയിക്കാൻ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണി എത്തിയിട്ടില്ല. ഒപ്പം നമ്മുടെ ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപി അവർ, പത്മശ്രീ ശിവൻ നമ്പൂതിരി ആശാൻ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, എല്ലാവരെയും കലാമണ്ഡലത്തിൻ്റെ പേരിൽ എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ KG പൗലോസ്, അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള വേദിയിലുള്ള ജസ്റ്റിസ് സുകുമാരൻ അവർ, എല്ലാവരെയും എൻ്റെ സ്വാഗതം അറിയിക്കുന്നു. ഒപ്പം ശ്രീ രാജു ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും കലാമണ്ഡലത്തിൻ്റെ പേരിൽ സ്വാഗതം അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ അഭ്യുദയകാംക്ഷികളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷതയിൽ സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ KJ മാക്സി അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക യുവജന ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, മുഖ്യാതിഥിയായി ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ, വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്ന നമ്മുടെ മേയർ എത്തിച്ചേരും, ആശംസാ പ്രസംഗരായിട്ടുള്ള കൗൺസിലർ ആന്റണി കുരിത്തറ, വിശിഷ്ട സാന്നിധ്യമായിട്ടുള്ള ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, ഡോക്ടർ രാജേഷ് കുമാർ, കലാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറായ പൗലോസ് സാർ,
കഴിഞ്ഞ വൈസ് ചാൻസലർ നാരായണൻ സാർ, CPM-ൻ്റെ കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി PS രാജം ഉൾപ്പെടെ വേദിയിലുള്ള പ്രിയപ്പെട്ട വിശിഷ്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാംസ്കാരിക കൊച്ചിക്ക് ഒരു തിലകക്കുറിയാവുകയാണ് പൈതൃക നഗരമായ ഈ ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലെ കേരള കലാമണ്ഡലത്തിൻ്റെ സെൻട്രൽ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് എന്ന ഒരു കേന്ദ്രം ഇന്നിവിടെ മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പൗരാണിക നഗരമെന്ന നിലക്ക് ഒരുപാട് വിദേശ ആധിപത്യങ്ങൾ കടന്നുപോയ ഒരു പ്രദേശമെന്ന നിലക്ക് ലോകത്തെമ്പാടുമുള്ള ജനവിഭാഗങ്ങൾ വരുന്നൊരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. അവരെല്ലാം വരുമ്പോൾ അവർക്കെല്ലാം ഇത്തരം കലകൾ, കഥകളിയും മോഹിനിയാട്ടവും ഭരതനാട്യവുമുള്ള ഇത്തരം കലകൾ ആസ്വദിക്കാനുള്ള വലിയ അവസരമാണ് ഇവിടെ എല്ലാവർക്കും ഇന്നു മുതൽ തുടക്കം കുറിക്കുന്നത്. അത്തരം മേഖലയായി ഫോർട്ട് കൊച്ചി ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡലം കൊച്ചിയിലേക്ക് വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കലാമണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേക ഔട്ട്സൈഡായിട്ട് ആരംഭിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ കലാമണ്ഡലം ഇത് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നുള്ളൂ. ഫോർട്ട് കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അത് വളരെ മോശമായി കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് FIT അത് നവീകരിച്ചത്. ആ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കേരള കലാമണ്ഡലം ഇത് ആവശ്യപ്പെടുകയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ ബന്ധപ്പെടുകയുണ്ടായി. തന്നെ ഇത് വേറെ ആർക്കും കൊടുക്കരുത്, ഇത് കലാമണ്ഡലത്തിൽ തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കേരള കലാമണ്ഡലം നമ്മുടെ കൊച്ചിയിലേക്ക് വരിക എന്നുള്ളത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്കെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തയ്യാറാകുകയും ഇതിനായി പല ആൾക്കാരും ഇതിനായി ആവശ്യപ്പെട്ട് ഞങ്ങളുടെ പുറകെ വരികയുണ്ടായി. എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ കേരള കലാമണ്ഡലത്തിന് അനുവദിക്കാനുള്ള തീരുമാനം ഞങ്ങളെടുത്തത്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊരു വലിയൊരു അനുഗ്രഹമായി തന്നെ ഞങ്ങൾ കാണുകയാണ്. കൊച്ചിയിലുള്ള 2 ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെ ഇത് പഠിപ്പിക്കാമെന്ന് കേരള കലാമണ്ഡലം നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. ഞാൻ വൈസ് ചാൻസലറുമായി ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, കൊച്ചി മണ്ഡലത്തിൽ അക്ഷരദൈവം എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസ പരിപാടിയുണ്ട്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യമുള്ള കുട്ടികളെയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിനകത്ത് എല്ലാ പെർഫോമൻസും ഉണ്ട്. കഥകളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, കൂടിയാട്ടമുണ്ട്, ചെണ്ടയുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള കലാപദ്യങ്ങൾ. അതെല്ലാം കേരള കലാമണ്ഡലം ഞങ്ങളെ പഠിപ്പിക്കാം, കൊച്ചിയിലെ കുട്ടികളെ പഠിപ്പിക്കാം എന്നുള്ള ഓഫർ കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വികസന ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സജി ചെറിയാനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കൊച്ചിയുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി ശ്രീ KJ മാക്സി ഈ ചടങ്ങ് പൊതുജനങ്ങൾക്കായി, കലാകാരന്മാർക്കായി സമർപ്പിക്കുന്ന കേരളത്തിൻ്റെ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ ശ്രീ സജി ചെറിയാൻ, ബഹുമാനായ കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ സാർ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള നമ്മളെല്ലാവരും സ്നേഹാദരവുകൾ നൽകുന്ന പ്രിയപ്പെട്ട പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ, പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, ഡോക്ടർ രാജേഷ് കുമാർ രജിസ്ട്രാർ അടക്കം, ജസ്റ്റിസ് സുകുമാരൻ അടക്കമുള്ള സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, മാധ്യമപ്രവർത്തകരെ, കലാകാരന്മാരെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി അതിൻ്റെ CSR ഹെഡ് സമ്പത്ത് വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്.
നമ്മളെല്ലാവർക്കും അഭിമാനം പകരുന്ന കലാമണ്ഡലം എന്ന സ്ഥാപനം ഏതൊരു മലയാളിക്കും, എന്നാൽ ലോകത്തിലെ മുഴുവൻ കലാപ്രേമികൾക്കും വലിയ ഒരു കലയുടെ സർഗശേഷിയുടെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുള്ള സ്ഥാപനം. അത് പൈതൃക നഗരിയായ പൗരാണികതയുടെ വലിയ അടയാളങ്ങളുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് കടന്നു വരുന്നത്. ഫോർട്ട് കൊച്ചി, ഞാൻ ബഹുമാന്യനായ മന്ത്രിയോട് പറയുകയായിരുന്നു, ട്രിപ്പ് അഡ്വൈസറുടെ ലിസ്റ്റിലും ലോൺലി പ്ലാനറ്റ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാഗസിൻസിലും മസ്റ്റ് വിസിറ്റ് ലോകത്തിലെ 50 നഗരങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു നഗരമാണ്. അത് എടുത്തു പറയുന്നത് ഫോർട്ട് കൊച്ചി എന്ന ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ആ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന ആളുകൾക്ക്, കൊച്ചിയിൽ വരുന്ന ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളാണെങ്കിലും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണെങ്കിലും എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, കേരളത്തിൻ്റെ തനതായ ആർട്ട് ഫോമുകൾ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്, അത് ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ ഒത്തൻറ്റിക്കായി കലാമണ്ഡലത്തിൻ്റെ ബ്രാൻഡോടുകൂടി അവർ ഈ ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഫോർട്ട് കൊച്ചിയുടെ വാല്യൂ കൂടി കൂട്ടുകയാണ്. ഞാൻ ബഹുമാന്യനായ മന്ത്രി ഒരു കലാകാരനേക്കാൾ കൂടുതൽ കലാ ആസ്വാദകനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണെങ്കിലും മക്കളാണെങ്കിലും ഗായികമാരും നർത്തകരുമായിട്ടുള്ള, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിൽ സാന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയായിരുന്നു, എൻ്റെ സഹധർമ്മിണി കലാമണ്ഡലത്തിലെ ഒരു പ്രൊഡക്റ്റാണ്. കഥകളിയും അതുപോലെ തന്നെ ഓട്ടംതുള്ളലും കലാമണ്ഡലം ഗീതാനന്ദ മാഷിൻ്റെ ശിഷ്യയായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഈ MG യൂണിവേഴ്സിറ്റി മോളുണ്ടായതിനു ശേഷമാണ് MG യൂണിവേഴ്സിറ്റിയിൽ യൂത്ത് ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്തത്. അപ്പോൾ കലാമണ്ഡലം ഒരു കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളം മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ആർട്സ് സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒത്തുചേരുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയുടെ വളർച്ചയിൽ കലാമണ്ഡലത്തിൻ്റെ കൂടി അദ്ദേഹത്തിന് കൃത്യമായൊരു വിഷനുണ്ട്. കലാമണ്ഡലത്തിൻ്റെ വികാസത്തെക്കുറിച്ച് വളരെ കൃത്യമായൊരു എയിം ബഹുമാനപ്പെട്ട മന്ത്രിക്കുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഭാവിയിലേക്ക് ഇത് ആഗ്രഹിക്കുന്ന, പാഷൻ ഫോളോ ചെയ്യാൻ വരുന്ന പുതിയ തലമുറയ്ക്ക്, ചെറുപ്പക്കാർക്ക് ഈ സ്ഥാപനം വലിയ മുതൽക്കൂട്ടാകും. അത് കൊച്ചിയിലേക്ക്, പശ്ചിമ കൊച്ചിയിലേക്ക്, ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു പെർഫോമിംഗ് ആർട്സ് സെൻറ്റർ എന്നതിനേക്കാൾ കൂടുതലായി ഇനി ഉള്ള തലമുറയ്ക്ക് ചെറിയ തോതിലുള്ള അവർക്കുള്ള പരിശീലനവും അവർക്കുള്ള കലാ വൈഭവങ്ങൾ പകർന്നു കൊടുക്കാനും ഈ സ്ഥാപനം വലിയ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, ഇതിന് സാമ്പത്തിക സഹായം നൽകിയ CSR നൽകിയ കൊച്ചിൻ ഷിപ്പ്യാർഡിനോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അനുഗ്രഹീതരായ കലാകാരന്മാരെ കൊണ്ട് ഒരു വളരെ സമ്പുഷ്ടമായ വേദിയാണ്. അതിലെത്തിച്ചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഞാൻ കഴിഞ്ഞ ദിവസം ടൂറിസം സെക്രട്ടറിയെ കണ്ടപ്പോൾ നല്ല ഫണ്ടിങ്ങോട് കൂടി ഇതൊരു സർക്യൂട്ട് ടൂറിസം ഡെസ്റ്റിനേഷൻ, ഇതിവിടെ വരാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളിലും ജാതികളിലും സംസ്കാരങ്ങളിലും അധിഷ്ഠിതമായ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി 16 സ്ക്വയർ കിലോമീറ്ററിൽ 20-ലധികം ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന, കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ ഒരു റിഫ്ലക്ഷനാണ് ഈ പ്രദേശം. അവിടേക്ക് കൂടുതൽ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാൻ, അതിന് 50 ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി ഫോർട്ട് കൊച്ചി വളരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സാമ്പത്തിക പിന്തുണ കൂടി ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കേരള കലാമണ്ഡലത്തിൻ്റെ ഒരു ശാഖ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമായിട്ടുള്ള, സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇത് കുറേ കാലം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. അതായത് നമ്മളുടെ കേരള കലാമണ്ഡലത്തിൽ ഈ വിദേശികളായ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് പരിപാടി കാണണം എന്ന് വിചാരിച്ചാൽ എല്ലാ കലകളും നിറഞ്ഞിട്ടുള്ള കലാമണ്ഡലത്തിൽ വന്ന് കാണാനുള്ള അസൗകര്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ കലകളെ എല്ലാം നേരിട്ട് കാണാനും അത് ആസ്വദിക്കാനും വേണ്ട വിധം അത് കലാമണ്ഡലത്തിൽ ചെയ്യുന്ന മാതിരി തന്നെ
ഫോർട്ട് കൊച്ചിയിലും ഈ സ്ഥാപനത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ എന്തായാലും ഇതുകൊണ്ടുള്ള ഗുണം നമ്മുടെ വിദേശികൾക്ക് മാത്രമല്ല, സാംസ്കാരിക അതായത് നമ്മളെ ഈ വരുന്ന അതിഥികൾക്ക്, അതായത് നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കൂടി ഈ കലകളെ എല്ലാം ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അതിനുവേണ്ടി കലാമണ്ഡലം ശ്രമിച്ചു. കലാമണ്ഡലത്തിൻ്റെ ശ്രമം അങ്ങേറ്റം ഫലവത്താവാൻ വേണ്ടിയിട്ട് നമ്മുടെ എം എൽ എയും ഒക്കെ കാര്യമായിട്ട് ശ്രമിച്ചു. ഇതെല്ലാം നമുക്ക് അങ്ങേറ്റം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ വേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ ഒരു ഉപദേശം തരെയല്ല, ഏതായാലും കലാമണ്ഡലം ഇത്രത്തോളം എത്തിക്കഴിഞ്ഞു. ഇനി കലകളെ അവതരിപ്പിച്ച് എല്ലാ കലകളും അവതരിപ്പിച്ച് നമ്മുടെ എല്ലാ ജനങ്ങൾക്കും, അതായത് വിദേശികളെന്നോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെന്നോ ഒന്നും കരുതാതെ തന്നെ കുട്ടികളടക്കം ഏകദേശം കലകളെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളെ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട്, ഈ കലകളെ അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഈ സ്ഥാപനം കൊണ്ട് ഉപകാരപ്രദമാവണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഇതുകൊണ്ട് കലാമണ്ഡലം എല്ലാ കലകളും ശാസ്ത്രീയമായി തന്നെ പഠിപ്പിക്കുന്നു. അത് ഒട്ടും ചോർച്ച കൂടാതെ കുട്ടികൾ പഠിക്കുന്നു. പഠിച്ച് പുറത്തു വരുന്നു. അവരിൽ നിന്ന് അങ്ങേയറ്റം പലരും ആസ്വാദകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ കഴിച്ചു കൂട്ടുന്ന ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞു കൂടുന്ന സതീർത്ഥരായ വ്യക്തികൾക്ക് കൂടി മനസ്സിലാക്കത്തക്കവണ്ണം അത് എന്തുണ്ട് എന്നുള്ളത് ഈ കലാമണ്ഡലത്തിൽ നിന്ന് ചെയ്യുന്ന പ്രവർത്തികൾ എങ്ങനെ എന്ത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതിന് ശാസ്ത്രീയമായി അവർക്ക് പറഞ്ഞു കൊടുക്കാനും അത് എത്രത്തോളം കുട്ടികൾ അതിൻ്റെ സന്നദ്ധരായിട്ട് പഠിക്കാൻ വരുന്നുണ്ട് വെച്ചാൽ അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കലാകാരന്മാരാക്കുക എന്നുള്ളതല്ല, കലാകാരന്മാരാക്കണം. അതോടുകൂടി കല ആസ്വാദകരാക്കണം. ആസ്വാദന ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ കലകൾ വളരുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ കലകളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപം അവരുടെ മനസ്സിൽ പതിയത്തക്കവണ്ണം പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരെ ഇതിന് വേണ്ട വിധം അധികൃതരായിട്ടുള്ള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലറും രജിസ്ട്രാറും ഒക്കെ വേണ്ട വിധം അതിന് പ്രവർത്തിക്കുമെന്നത് പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അത് ഒട്ടും ഉപേക്ഷ കൂടാതെ മുന്നോട്ട് വരട്ടെ. അതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരിൽ നിന്നും കലാപ്രേമികളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് സർവ്വമംഗളങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർ, നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കലാരംഗത്ത് 3 പത്മശ്രീകളെ ഒരുമിച്ച് കിട്ടിയ ഒരു സന്തോഷം. അതിന് പ്രധാന കാരണം മന്ത്രി തന്നെയാണ്, അല്ലേ? അങ്ങനെയുള്ള ആ മന്ത്രി, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പ്, മറ്റ് കേരള കലാമണ്ഡലത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്ന കലാമണ്ഡലത്തിലെ PC രജിസ്ട്രാർ, മറ്റ് കമ്മിറ്റി മെമ്പർമാർ, എല്ലാവർക്കും ഈ കൊച്ചി എന്ന ഈ നഗരത്തിന് വന്ന് കുറച്ചു നേരം ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി തന്ന ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അധ്യക്ഷൻ
KJ മാക്സി ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവർകൾ, മുഖ്യാതിഥി ഹൈബി ഈഡൻ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ നമസ്കാരം. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പൈതൃകത്തെ കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് വിദേശികൾ വന്ന് നമ്മളുടെ പൈതൃകത്തെ ആസ്വദിക്കുന്ന ഒരു നാടാണ്. ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ്. കലയെ സ്നേഹിക്കുവാനും അടുത്തറിയുവാനും ആഗ്രഹിക്കുന്നവരുമാണ്. മുസരീസ് ബിനാലെ എല്ലാ കൊല്ലവും അതിമനോഹരമായി നടത്തുന്ന ഈ സ്ഥലത്ത് കലാമണ്ഡലത്തിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങുന്നെന്ന് കേട്ടപ്പോൾ ഒരു ഓൾഡ് വിദ്യാർത്ഥിനിയായ ക്ഷേമാവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കലാമണ്ഡലം ശൈലിയുടെ സൗന്ദര്യം 61 കൊല്ലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും അതിലൊരു പഠനങ്ങൾ നടക്കും. അതിൽ നമ്മൾ തന്നെ ഓരോ മൂമെൻറ്റുകൾ ഇടുമ്പോൾ അതിൽ ആസ്വാദനം ഉണ്ടാവും. ആ ആസ്വാദനത്തിനെ പ്രേക്ഷകരുടെ ആസ്വാദനത്തിന് എങ്ങനെ നേരിടാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം എന്നുള്ളതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രാവർത്തികമാക്കുന്നത്. ഇത്രയും മഹത്വമുള്ള ഒരു കൊടക്കീഴിൽ ഒരുപാട് കലകളെ സമ്പന്നമാക്കിക്കൊണ്ട് ഇത്ര വർഷം നടത്തിപ്പോന്ന ഈ കലാമണ്ഡലത്തിലെ ഒരു ബ്രാഞ്ച് ഇവിടെ തുടങ്ങുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ആനന്ദിക്കുകയാണ്. 2 സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്തൊരു സന്തോഷമാണ്. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിൽ കലാമണ്ഡലത്തിൻ്റെ ഒപ്പം തന്നെ ഞാൻ സന്തോഷവതിയാണ്. അങ്ങനെ കലാമണ്ഡലം ശൈലിയെ ഈ കൊച്ചിയിൽ നട്ടു വളർത്തുവാൻ സാധിക്കട്ടെ എന്നും ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എവർക്കും നന്ദി, നമസ്കാരം. ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ പെർഫോമിംഗ് ആർട്ട് സെൻറ്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MLA ശ്രീ KJ മാക്സി, സ്വാഗതം പറഞ്ഞ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രിയങ്കരനായ പ്രൊഫസർ B അനന്തകൃഷ്ണൻ സാറ്, എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായ ശ്രീ ഹൈബി ഈഡൻ MP, വിശിഷ്ട സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഈ 3 പേരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാന്നിധ്യം. ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശൻ, പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, ജസ്റ്റിസ് സുകുമാരൻ സാറ്, ഡോക്ടർ രാജേഷ് കുമാർ രജിസ്ട്രാർ, എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർ, 1930 മഹാനായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ കലാമണ്ഡലം സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തു. കേരള കലാമണ്ഡലം ഒരു ലോകപ്രസിദ്ധമായ ഒരു സാർവദേശീയ ഐക്കോണായി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ ഇനിയും ഒരുപാട് പടവുകൾ കയറേണ്ടതുണ്ട്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് 2021 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സാംസ്കാരിക വകുപ്പ് കുറേ നടപടികൾ സ്വീകരിച്ചു. 2016 ബഹുമാനപ്പെട്ട AK ബാലൻ മുൻകൈയെടുത്തുകൊണ്ടും കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള നല്ല തുടക്കമാണ് കുറിച്ചത്. അതിൻ്റെ ഭാഗമായി കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനം കേരളം മൊത്തം വ്യാപിക്കണം. കേരളത്തിൽ വ്യാപിച്ചാൽ കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഒരു സർവകലാശാല എന്ന് പറഞ്ഞാൽ സർവകലകളുടെയും ശാലയായിരിക്കണം. ഇവിടെ 2, 3, 4, 5 കലകൾ മാത്രം പഠിപ്പിക്കുന്ന
അല്ലെങ്കിൽ പരീക്ഷിക്കുന്ന ഒരു കലാശാല എന്നതിനപ്പുറം എല്ലാ കലകളെയും എങ്ങനെ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയും? ആരുടെയും സ്വതന്ത്രമായ അധികാരങ്ങളെയും അവകാശങ്ങളെയും ധ്വംസിച്ചുകൊണ്ടല്ല, എന്നാൽ എല്ലാ കലകളുടെയും കേന്ദ്രമായി ഇപ്പോഴത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റി മാറി ഒരു സർവ്വതല സ്പർശിയായ സർവകലാശാല ഉണ്ടാകണം. അപ്പോൾ എല്ലാ മേഖലയിലേക്കും അതെങ്ങനെ നമുക്ക് പറിച്ചു നടാൻ കഴിയും? അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോളിസി, ഒരു നയം, കലാമണ്ഡലത്തിനൊരു നിയമനിർമ്മാണം നടത്തണമെന്ന് ഗവൺമെൻറ് ആലോചിച്ചു. ഒരു സർവകലാശാലയാക്കുക, അതിൻ്റെ അവസാനത്തെ മിനുക്കുവടിയിലെത്തി. ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ കലാമണ്ഡലത്തെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു സർവകലാശാലയാക്കി മാറ്റാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. അങ്ങനെ ഒരു സർവകലാശാലയായി മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലേക്കും മാറണം. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ പാരമ്പര്യ കലകളെ, ശാസ്ത്രീയ കലകളെ പരിപോഷിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി കൊച്ചിയിൽ ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് സെൻറ്റർ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ട പ്രശ്നം, ഒന്നിവിടെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ഒരു പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. കലാമണ്ഡലത്തിൽ 8ാം ക്ലാസ്സിൽ വന്ന് ചെയ്യുന്ന ഒരാൾ ഒരു റിസർച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എത്ര വർഷമാണ് പഠിക്കുന്നത്? ക്ഷേമാവതി ടീച്ചർ പറഞ്ഞാൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കലാപരിപാടി നടത്തുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, ആരോഗ്യം നടത്തുന്നു പരിപാടി കുറച്ച് സാംസ്കാരിക വകുപ്പ് ഞങ്ങൾക്ക് തരുന്നില്ലെന്നുള്ള പരാതിയാണ് പറഞ്ഞത്. ഇപ്പോൾ റെഡിയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. ഗോപിയാശാൻ ഈ പ്രായത്തിൽ വേണം ഇപ്പോൾ ഒരു 4 പരിപാടി ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠിച്ചു തുടങ്ങുന്ന ഒരു പ്രായം മുതൽ അവർക്ക് ആരോഗ്യമുള്ള കാലം വരെയും അവർ പഠിക്കുകയാണ്. ഒരു ഡോക്ടറെ പോലാണ് ഈ കലാമണ്ഡലത്തിലെ കലാകാരന്മാരുടെ സ്ഥിതി. എല്ലാ കലാകാരന്മാരും ഒരു ഡോക്ടറായിട്ട് ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞാൽ MBBS പഠിച്ച് പിന്നെ PG എടുത്ത് പിന്നെ പഠിക്കുന്നവരെ പഠിച്ചു പറ്റും. കാരണം ഓരോ ദിവസവും ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് പഠിച്ചു പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ചു പോകേണ്ട ഒരു കാലത്ത് ഈ പഠിക്കുന്നതിനനുസരിച്ച് വരുമാനമില്ല, ഈ പഠിക്കുന്നതനുസരിച്ച് തൊഴിലുമില്ല. ഇത് മാത്രമായി ജീവിതത്തിൽ പരിചയപ്പെട്ട ഒരാൾക്ക് മറ്റൊരു തൊഴിൽ ചെയ്യാൻ ഉള്ള സാധ്യതകളില്ല. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഞാനിപ്പോൾ ചില നിർദ്ദേശങ്ങളൊക്കെ ബഹുമാനപ്പെട്ട VC രജിസ്ട്രാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കേരളത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ 14 ജില്ലയിലും 14 കേന്ദ്രങ്ങൾ തുടങ്ങണം. അടിയന്തര സ്വഭാവത്തിലാണ്. കേരളത്തിലെ സാംസ്കാരിക വകുപ്പിൻ്റെ ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ ഓരോ താലൂക്കിലുണ്ട്. ഒരു പൈസ പോലും വാടക കൊടുക്കണ്ട. അവിടെ എല്ലാം പഠന കേന്ദ്രം തുടങ്ങണം. ഇവിടെ ഈ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന എല്ലാ പഠനവും അവിടെ തുടങ്ങണം. അപ്പോൾ കുട്ടിക്ക് കലാമണ്ഡലത്തിൻ്റെ പഠനം അവിടെ കിട്ടും. കലാമണ്ഡലത്തിൽ 8, 9, 10 ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. കുട്ടിക്ക് വിദ്യാഭ്യാസവും കിട്ടും. കല മാത്രമല്ല, കലയും കിട്ടും, വിദ്യാഭ്യാസവും കിട്ടും. കലാമണ്ഡലത്തിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ കോമ്പറ്റീഷനായിട്ട് പരാജയപ്പെടുവാണ്. കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കുട്ടികൾ 8, 9, 10 കഴിഞ്ഞാൽ കല തന്നെ പഠിച്ചു പോയി ജീവിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിൽ ജീവിക്കാനുള്ളവർക്ക് വഴി കിട്ടില്ല. ഞാൻ പഠിച്ച കാര്യമാണ്, എൻ്റെ അറിവുകളാണെങ്കിൽ ക്ഷമിച്ചേക്കുക. ഇനി നാളെ ചർച്ച ചെയ്യപ്പെട്ടാലും എന്നെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടി തന്നെ ഞാൻ പറയും. അപ്പോൾ അവിടെ വിദഗ്ധന്മാരൊക്കെ പിന്നെ പറയും കല അവിടെ തന്നെ പഠിച്ചാൽ, കലാമണ്ഡലം തന്നെ ഇരുന്ന് പഠിച്ചാൽ കലയാകത്തുള്ള തെറ്റാണ്. കലാമണ്ഡലത്തിൻ്റെ കല കൊച്ചിയിൽ പഠിച്ചാലും, ചെങ്ങന്നൂർ പഠിച്ചാലും, കോട്ടയത്ത് പഠിച്ചാലും, കാസർഗോഡ് പഠിച്ചാലും. ഇപ്പോൾ കാസർഗോഡ് നമുക്ക് സെൻ്ററുണ്ട്, 57 കോടിയുടെ സെൻ്റർ അവിടെ നിൽക്കുന്നത്. എന്താണ് കലാമണ്ഡലത്തിൻ്റെ ഒരു നല്ല പഠന കേന്ദ്രം അവിടെ തുടങ്ങിയാൽ ഒരൊറ്റ പൈസ ഉണ്ട്. പാലക്കാട് 60 കോടിയുടെ സെൻ്റർ അവിടെ നിട്ടിരിക്കുന്നത്. എന്താണ് കലാമണ്ഡലം? നിങ്ങളുടെ കലാമണ്ഡലത്തേക്കാൾ വലിയ പൈസ മുടങ്ങിയില്ല അവിടെ. കലാമണ്ഡലത്തിനേക്കാൾ വലിയ കെട്ടിടമാണ് എടുത്തിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് തുടങ്ങാൻ പൈസ? ഒരു പൈസ ഉണ്ടാവും. കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള പിന്നെ ഇത് കലാമണ്ഡലം പിന്നെ സെൻ്റർ പണിതിട്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് സ്ഥലം പോലെ 10-500 കുട്ടികളെ കൊണ്ട് നമ്മളെ പഠിപ്പിക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷെ അവർ വന്ന് പഠിച്ചാൽ അവർ വീട്ടിൽ പോകും. അവർ വന്ന് പഠിച്ചാൽ അവർ വീട്ടിൽ പോട്ടെ. അവർ നല്ല സ്കൂളിൽ പഠിക്കട്ടെ, അവരുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടട്ടെ. അവർക്ക് കലാപ്രവർത്തനത്തോടൊപ്പം പഠന നിലവാരത്തിലും വലിയ വ്യത്യാസം വരും. അപ്പോൾ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് അവർ വിധേയമാകും. അത് അടിയന്തര സ്വഭാവത്തിൽ ചേട്ടി യൂണിവേഴ്സിറ്റി ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആയിട്ട് പറഞ്ഞോ. +1 +2 വേണമെങ്കിൽ എടുക്കുക. വേണമെന്ന് ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, റിസർച്ച്
അതാണ് സർവകലാശാല. ഒരു സർവകലാശാല എന്ന് പറയുന്നത് ആ നിലയിലേക്ക് ഡെവലപ്പ് ചെയ്യണം. ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കലാമണ്ഡലം അല്ലെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിപ്പിക്കുന്ന സ്കൂൾ പഠിപ്പിക്കുന്നത് അതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ വർത്തമാനകാലത്ത് ആവശ്യമില്ല, അതൊക്കെ പഴയ കാലങ്ങളാണ്. കാലം മാറി. ഇന്ന് ഓരോ കോളേജും റിസർച്ച് സെന്ററാണ്. ഹയർ എഡ്യൂക്കേഷന്റെ പോളിസി അതാണ്. എല്ലാ കോളേജുകളും റിസർച്ച് സെന്ററാണ്, എല്ലാം സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എഞ്ചിനീയറിംഗ് കോളേജ് എന്നാൽ എല്ലാം സ്വയംഭരണ, മെഡിക്കൽ കോളേജ് എന്നാൽ ഓരോ കോളേജുകളും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡിഗ്രി കോളേജ് എല്ലാം സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറുകയാണ്. അതിനുള്ള ക്യാമ്പസ് വരണം, സംവിധാനങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അപ്പൊ കലാമണ്ഡലം എന്ന് പറയുന്നത് പഴയതിൽ നിന്നൊക്കെ മാറണം, അതിന്റെ ഗ്രേഡൊക്കെ മാറും. ലോകപ്രസിദ്ധരായ കലാകാരന്മാരെ സൃഷ്ടിച്ച ഒരു സ്ഥാപനം. ഇനി എത്രയോ ലോകപ്രസിദ്ധരായ ആളുകളെ നമുക്ക് സൃഷ്ടിക്കാനുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ നമുക്ക് വലിയ തരത്തിൽ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അതനുസരിച്ച് യൂണിവേഴ്സിറ്റി അങ്ങോട്ട് ചലിക്കണം. ഇപ്പൊ ചലിച്ചു തുടങ്ങി. ആദ്യമൊക്കെ ഒത്തിരി വഴക്കായിരുന്നു, ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. നല്ല രൂപത്തിൽ അവർ കാര്യം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ അടയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഇങ്ങനെ വേണോ അങ്ങനെ വേണോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആരെങ്കിലും വന്ന് പറയും ഇങ്ങനൊരു കല ഇങ്ങനെ പഠിപ്പിച്ചാൽ അങ്ങനെ ആയാലും ഇവിടെ നിന്ന് താള പഠിച്ചാൽ അവർ പഠിക്കത്തുള്ളൂ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാകും. എന്നാൽ പിന്നെ വേണ്ട, നമ്മളതിനായി പൊക്കാരം പിടിക്കുന്ന കാര്യം. ഈ കേരളത്തിലെ 78 താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിങ്ങൾ സെന്റർ കൊടുക്കണം. ഈ കേരളത്തിലെ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾക്ക് സെന്റർ ആണ്. നിങ്ങൾക്ക് 10 പൈസ കൊടുക്കണ്ട. ഇനി അവിടെ പഠിച്ച കുട്ടികളല്ലേ ഈ അധ്യാപകരായി പരിശീലിപ്പിക്കാൻ ഇവിടെ എല്ലാം ഉണ്ട്. ഇവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പോയി പഠിപ്പിക്കാം. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ഇവിടെ പഠിപ്പിക്കേണ്ട കൂടുതലാക്കി ജോലി കിട്ടും. അപ്പൊ നമ്മുടെ സർവകലാശാല കേരളത്തിന് പുറത്തേക്ക്, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വിദേശം എന്റെ ദൂരായി അവരിങ്ങോട്ട് നമ്മുടെ ബഹറിൽ ചെന്നപ്പോൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുക, നിങ്ങൾ 2 ഡാൻസ് ക്ലാസ് ഇവിടെ ഇവരെ കൊണ്ട് തുടങ്ങി. ഈ അധ്യാപകരെല്ലാം ഇവിടെ നിൽക്കുക ഇഷ്ടം പോലെ. ബഹറിൽ ചെന്നപ്പോൾ അവർ പറയാണ് ഇവിടെ തുടങ്ങുന്നത് 3 ലക്ഷം മലയാളി കുടുംബം അവിടെ പണിത് 3 ലക്ഷം. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡാൻസ് പഠിപ്പിക്കാൻ അധ്യാപകരില്ല. ആ കുഞ്ഞുങ്ങൾ അവർ എന്താ മനോഹരമായ ഡാൻസ് അവിടെ ചെയ്തു. ഈ കലാമണ്ഡലം പഠിപ്പിച്ച 10 അധ്യാപകരാണ് എത്ര ലക്ഷം രൂപ ശമ്പളം കിട്ടും. അപ്പൊ ഞാൻ പറയും ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ആശയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവിടെ 3 പ്രഗത്ഭരായ വിശിഷ്ടാതിഥികൾ പത്മശ്രീക്ക് വേണ്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ മുൻകൈ എടുക്കണം. നമുക്ക് ഇതിന്റെ ഉള്ളടക്കത്തെയോ അതിന്റെ അർത്ഥതലത്തെയോ ഒന്നും ബാധിക്കരുത്. അതിന്റെ എന്താ പറയുക, അനുഗ്രഹീതമായ അതിന്റെ കലാരൂപത്തെ അതേ രൂപം നിലനിർത്തിക്കൊണ്ട് ഇത് ലോകം മുഴുവൻ നമ്മുടെ കലാമണ്ഡലത്തിന്റെ കലാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു വലിയ കേന്ദ്രമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് 8, 9, 10 നിർത്തണമെന്നല്ല. എല്ലായിടത്തും സെന്റർ വന്നാൽ 140 കേന്ദ്രങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഘട്ടഘട്ടമായി നിർത്താം. അതുവരെ 8, 9, 10 വേണം തന്നെ. കാരണം കുട്ടികൾക്ക് എവിടെ വന്ന് പഠിക്കണമെന്നോട് പഠിക്കാം. പക്ഷെ 140 സ്ഥലങ്ങളിലും പ്രാഗൽഭ്യമുള്ള വലിയ കേന്ദ്രങ്ങളായി നമ്മുടെ കേന്ദ്രത്തിൽ MLA-മാർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ഇപ്പൊ മാക്സി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു സെന്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ പൈസ തരും. എൻ്റെ ഇവിടെ 1ാം തരം സെന്റർ കിടപ്പുണ്ട്. നിങ്ങൾ 10-16 കോടിക്ക് ഒരു സെന്റർ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു വഞ്ചനും വരുന്നില്ല. അങ്ങോട്ട് പോവാം. നാളെ ഞാൻ തരാം. നിങ്ങൾക്കൊരു 100 കുട്ടികളെ സ്റ്റാർട്ടിങ് കിട്ടും. അധ്യാപകനവിടെ ശമ്പളവും കിട്ടും. ഇങ്ങനെ കേരളം മൊത്തം എടുക്കണം. ഇഷ്ടംപോലെ കേന്ദ്രം എടുത്തിട്ടുണ്ട്. സാംസ്കാരിക സമുച്ചയങ്ങൾ കേരളം മൊത്തം, പ്രത്യേകിച്ച് 10 വർഷം കൊണ്ട് ഇഷ്ടംപോലെ എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഓരോ കലാപ്രവർത്തനങ്ങൾ വന്നു കഴിയുമ്പോൾ മാറും. അതുപോലെ തന്നെ എല്ലാ കലകളുടെയും ഒരു കേന്ദ്രീകരണം നമുക്കുണ്ടാകണം. എല്ലാ കലകളെയും അവരുടെ സ്വതന്ത്രമായ നിലവാരത്തിൽ നിലനിർത്തിക്കൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ കലാമണ്ഡലം എന്നുള്ള നിലയിൽ ഒരു സർവതല സ്പർശിയായിട്ട് തന്നെ മാറും. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അവിടെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പണിതു. 35,000 സ്ക്വയർ ഫീറ്റിൽ അക്കാദമിക് ബ്ലോക്ക് പണിതു. മഹാകവി വള്ളത്തോൾ നാരായണന്റെ സമാധി സ്ഥലം കൂടിയായ പഴയ കലാമണ്ഡലം നവീകരണം, ഭരണവിഭാഗ ഓഫീസിന്റെ നവീകരണം, ഇപ്പോൾ കേരള കലാമണ്ഡലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം, ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ആക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഇതിനോടകം തന്നെ കലാമണ്ഡലത്തിന് ഈ ഗവൺമെന്റ് കാലത്ത് കൊടുത്തു വരും. അതിൻ്റെ കുറെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പലതും പൂർത്തീകരണ ഘട്ടത്തിലാണ്. അപ്പോൾ ഇനിയും നമുക്കുള്ള ഒരു 6 മാസം ഒരു ഉയർച്ചയുടെ 6 മാസമായിരിക്കണം. ഇപ്പം നമുക്കൊരു അടിസ്ഥാനമായി കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ കുറെ ഭൂമി ഏറ്റെടുക്കാനൊക്കെ നടപടികൾ സ്വീകരിക്കാൻ അവിടെ നമ്മൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ ഭാവിയിൽ നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം. പഴയ ആളുകളെ കൂടി വിളിച്ചിരുത്തി അവരുടെ കഴിവുകളും അനുഭവങ്ങളും അവരുടെ അറിവുകളും കൂടി നമ്മൾ തേടി ഇന്നത്തെ സർവകലാശാലയുടെ ചുമതലയുള്ളവർ നല്ല ഒരു പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻ തയ്യാറാക്കി യൂണിവേഴ്സിറ്റിയാക്കി കേരളം, ഇന്ത്യ, ലോകം മുഴുവൻ കലാമണ്ഡലത്തെ ഉയർത്താൻ കഴിയുന്ന ഒരു സാധ്യത വളർന്നിരിക്കും. ഇവിടെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി വലിയ സാധ്യതയാണ്.
കൊച്ചിയിലെ മാക്സിയുടെ വലിയ ബുദ്ധിയായിരുന്നു. ആദ്യത്തെ കേരളത്തിലെ സെന്ററാണ് മാക്സി. നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല ഇവിടെ കിട്ടിയേക്കുന്നത്. ഇങ്ങനൊരു സ്ഥലം വേണമെന്ന് മാക്സിയോട് പറഞ്ഞപ്പോൾ നമ്മൾ ആഫീസിൽ നിന്ന് ബന്ധപ്പെട്ടു, യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടു. മാക്സി ബുദ്ധിയുള്ളവരായതുകൊണ്ടാണ് ഇത് ഇനിയും കുട്ടികൾ ഇടിച്ചു കയറും. ഇവിടെ നിന്നും പോണ്ടി വരുന്നത് ഇഷ്ടംപോലെ ഇടപെടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ടൂറിസത്തെ എങ്ങനെ നമ്മുടെ കലാപ്രവർത്തനവുമായി നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും? വലിയൊരു അനന്തമായ സാധ്യതയാണ് ടൂറിസം. നമ്മുടെ ഒരു ടൂറിസം വകുപ്പിന്റെ കീഴിൽ മാത്രം നിലനിൽക്കുന്നില്ല, സിനിമാ ടൂറിസം ഞങ്ങളിപ്പോൾ എടുക്കുകയാണ്. കേരളത്തിൽ സിനിമയുടെ ഭാഗമായിട്ട് ടൂറിസം എന്തെല്ലാം ചെയ്യും? സിനിമാ പോളിസി വരുന്നു. ഇപ്പോൾ സിനിമ കോൺലൈ ചെയ്യാന്നുള്ള നടത്തി അതിന്റെ ഭാഗമായി സിനിമാ പോളിസി വരികയാണ്. അത് ഏറ്റവും പ്രധാനമാണ് സിനിമാ ടൂറിസം. ടൂറിസം മന്ത്രിയുമായിട്ടുള്ള ചർച്ച ചെയ്ത ആഗ്രഹത്തിലുണ്ട്. കേരളത്തിൽ എത്ര ഡെസ്റ്റിനേഷൻസ് ഉണ്ട് ഷൂട്ട് ചെയ്യാൻ? ഇന്ത്യയിലെ മുഴുവൻ സിനിമാ പ്രവർത്തകർ കേരളത്തിലേക്ക് വരും. പക്ഷെ അവിടെ വൃത്തിപൂർവ്വം വേണം, മനോഹരമായ സംവിധാനങ്ങൾ വേണം, താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സിനിമകൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യും. ഇപ്പോൾ സിനിമാ ടൂറിസത്തെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? ഇങ്ങനെ ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കലാപ്രവർത്തനത്തെ ടൂറിസവുമായി നമുക്ക് ക്ലബ് ചെയ്യണം. അതിൻ്റെ നല്ല ഒരു സെന്ററാണ് ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട MP നമ്മുടെ ഹൈബി ഇത്തരം കാലത്തൊക്കെ നല്ല വിഷനുള്ള ഒരു ജനപ്രതിനിധി നേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹായം ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മാക്സിയും നല്ല ദീർഘവീക്ഷണമുള്ള നേതാവാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ കൊച്ചി എന്ന് പറയുന്ന ഈ മനോഹരമായ സ്ഥലത്ത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ ഇതിൻ്റെ സെന്ററിനെ വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ സഹായവും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി മഹാത്മാക്കളായ പത്മശ്രീ കലാമണ്ഡലം ഗോപി സാറിൻ്റെയും കലാമണ്ഡലം ശിവനമ്പൂരി സാറിൻ്റെയും കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറിൻ്റെയും മഹനീയമായ സാന്നിധ്യത്തിൽ, അനുഗ്രഹീതമായ സാന്നിധ്യത്തിൽ കേരള കലാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സെന്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് ഫോർട്ട് കൊച്ചിയിലെ സെന്റർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മാന്യനായ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ MLA കൂടെ ആയിട്ടുള്ള അഡ്വക്കേറ്റ് മാക്സി അവർകൾ, ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനായിട്ടുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾ, എറണാകുളത്തിലെ പ്രിയങ്കരനായ MP ശ്രീ ഹൈബി ഈഡൻ അവർകൾ, ഈ വേദിയെയും ഈ പരിപാടിയെയും സമ്പന്നമാക്കിയ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശൻ, പത്മശ്രീ കലാമണ്ഡലം ശിവനാശൻ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കലാസ്വാദകരെ, വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് 5 ദിവസം കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ ഈ പരിപാടിയുടെ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ MLA എന്നെ ശാസിച്ചു. ഇത്ര വലിയൊരു ആഘോഷമായി നടത്തേണ്ട ഒരു പരിപാടി 5 ദിവസം കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? നാട്ടുകാർ അറിയണ്ടേ? എന്നാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആവുന്നത്ര പ്രചരണം ഇതിന് കൊടുത്തു. നമ്മൾ വിളിച്ച എല്ലാവരും തന്നെ ഈ പരിപാടിക്ക് എത്തി എന്നുള്ളത് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സെൻറ്റർ യാഥാർത്ഥ്യമാക്കിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ്. അത് തന്നെ CSRൻ്റെ ചുമതലയുള്ള സമ്പത്ത് സാറാണ്. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ഈ സെൻറ്റർ ഇന്ന് ആരംഭിക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും തന്നെ നീട്ടുന്നില്ല. ഇന്ന് കൃത്യസമയത്ത് തന്നെ, ഒരുപക്ഷെ സമയത്തിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തിയിരുന്നു. കലാമണ്ഡലത്തിൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും അങ്ങേയറ്റം ജാഗ്രതയും അങ്ങേയറ്റം ശ്രദ്ധയും നമുക്ക് എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും തരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ കലാമണ്ഡലത്തിന് വേണ്ടി ഇവിടെ കൂടിയ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. ഹൈബിയുടെ MP-ക്കും കലാമണ്ഡലത്തിന് പേരുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിനെ സമ്പന്നമാക്കിയ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ, പത്മശ്രീ കലാമണ്ഡലം ശിവനാശാൻ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ എന്നിവർക്ക് കലാമണ്ഡലത്തിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഈ വേദിയിലുണ്ട്. ശ്രീ രവീന്ദ്രനാഥ് വള്ളത്തോൾ, ശ്രീ സതീഷ്, രണ്ടുപേരെയും കലാമണ്ഡലത്തിന് ഔദ്യോഗികമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കലാമണ്ഡലത്തിൻ്റെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് സാറ് ഈ വേദിയിൽ സന്നിഹിതനാണ്. അദ്ദേഹത്തെയും കലാമണ്ഡലത്തിൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. CPIMൻ്റെ കൊച്ചി ഏരിയ സെക്രട്ടറി ശ്രീമതി രാജം അവർകൾ ഈ വേദിയിൽ സന്നിഹിതയാണ്. അവരെയും അവരുടെ പിന്തുണയ്ക്കും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഒട്ടേറെ
ബഹുമാന്യ വ്യക്തികളുണ്ട്. ജസ്റ്റിസ് സുകുമാരൻ സാറ്, കലാമണ്ഡലം പ്രഭാകരനാശാൻ, ശ്രീ ചെല്ലപ്പൻ ചേട്ടൻ, മുൻ വൈസ് ചാൻസലർ MB നാരായണൻ മാസ്റ്റർ, അതുപോലെ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ, ഇതിൽ ഒട്ടേറെ സഹായം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഫോക്ലോർ സൊസൈറ്റിയുടെ ശ്രീ ബോണി തോമസ് സാർ, അങ്ങനെ ഒരു പൊതുപ്രവർത്തകർ, കലാമണ്ഡലത്തിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ, ഇന്ന് ഈ ചടങ്ങ് സമ്പന്നമാക്കാൻ സഹായിച്ച എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.